ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീഡിയോ ടാലൻറ്റിൻ്റെ SCRT അറിവിടം അതിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം റിവ്യൂ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് ഞാൻ ഓൺലൈനായിട്ടാണ് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഓഫർ പ്രൈസിനാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ പ്രൈസും കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതിൽ ന്യൂ SCRT ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സിൽ 5, 7, 9 പാർട്ട് 1ഉം 6, 8, 10 ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്ക് പാർട്ട് 2 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ടീച്ചേഴ്സ് ടെക്സ്റ്റ് ബുക്കും ലേണിംഗ് റൂമും ക്വസ്റ്റ്യൻ ബാഗും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് ബേസിക് സയൻസിൻ്റെയാണ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഓരോ ടെക്സ്റ്റ് ബുക്കായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് പാർട്ടിൽ 5, 7, 9 ഇതിൻ്റെ പ്രൈസ് വരുന്നത് 450 ആണ്. നമുക്ക് ലോക്കൽ ഷോപ്പിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ 450 തന്നെ കൊടുക്കണം. ഞാൻ ഓഫർ പ്രൈസിന് വാങ്ങിച്ചപ്പോഴത്തേക്ക് 430 ആണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റേഴ്സ് വരുന്നത് ഫസ്റ്റ് 9th സ്റ്റാൻഡേർഡിൻ്റെ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, ദെൻ 7th സ്റ്റാൻഡേർഡ്, ദെൻ 5th സ്റ്റാൻഡേർഡ്, ആ ഒരു ഓർഡറിലാണ്. ബേസിക്കായിട്ട് സയൻസ് അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നേരെ തന്നെ 9th സ്റ്റാൻഡേർഡിൻ്റെ ചാപ്റ്റേഴ്സ് എടുത്ത് പഠിക്കാൻ നിൽക്കരുത്. കാരണം നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പഠിക്കുമ്പോൾ ഫസ്റ്റ് 5th സ്റ്റാൻഡേർഡിനെ തന്നെ പഠിച്ചിട്ട് നമ്മൾ 6th സ്റ്റാൻഡേർഡിലേക്ക് പോവുക. അത് നെക്സ്റ്റ് പാർട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ടെക്സ്റ്റിൽ 6th സ്റ്റാൻഡേർഡിൻ്റെ ചാപ്റ്റേഴ്സ് ഇല്ല. അപ്പം ആ രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. ഫസ്റ്റ് തന്നെ ഈ ഒരു 9th സ്റ്റാൻഡേർഡിൻ്റെ ചാപ്റ്റേഴ്സ് കൊടുക്കണ്ടായിരുന്നു എന്നെനിക്ക് തോന്നി. പിന്നെ ഓരോ ചാപ്റ്റേഴ്സിലും ടീച്ചേഴ്സ് ടെക്സ്റ്റ് ബുക്കും അതുപോലെ ലേണിംഗ് റൂംസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സമഗ്രയിൽ നിന്ന് ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF എടുത്തിട്ട് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഒരുവിധം പോയിൻറ്റ്സ് എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ അധികം റിവ്യൂസൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് വാങ്ങിയത്. കാരണം എനിക്ക് സയൻസ് ബേസിക്കായിട്ട് കുറച്ച് ബാക്കിലേക്കാണ്. സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്തത് കൊണ്ട് സയൻസിൻ്റെ ഒരു നല്ല ടെക്സ്റ്റ് തന്നെ വാങ്ങണമെന്ന് എനിക്കുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ടെക്സ്റ്റിൽ ഓരോ ചാപ്റ്ററിനെയും ബേസ് ചെയ്തിട്ട് ബാക്കിൽ വിലയിരുത്താവുന്നൊരു പാർട്ടുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ബാങ്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു ചാപ്റ്റർ തറവാകും. പിന്നെ ഇതിനകത്ത് എക്സ്പെരിമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ ആൻസേഴ്സും സൊല്യൂഷൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് ഇതുപോലെ ഓരോ കോളത്തിലായിട്ടും അല്ലെങ്കിൽ ഓരോ ചാർട്ടായിട്ടും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്കത് പെട്ടെന്ന് നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സിനും നമുക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ ചില ചാപ്റ്റേഴ്സിന് ക്വസ്റ്റ്യൻ ബാങ്കോ അല്ലെന്നുണ്ടെങ്കിൽ വിലയിരുത്താം എന്നുള്ള ഭാഗം ഇൻക്ലൂഡ് ചെയ്തിട്ടുമില്ല. പാർട്ട് 2 നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 490 ആണ്. ഇതെനിക്ക് ഓഫ് പ്രൈസിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് 450-ക്കാണ്. ഈ ടെക്സ്റ്റ് ബുക്കിലും ചാപ്റ്റേഴ്സ് വരുന്നത് ഫസ്റ്റ് 10th ചാപ്റ്റേഴ്സാണ്. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയും പിന്നീട് 8th, നെക്സ്റ്റ് 6th. രണ്ടും തല തിരിഞ്ഞിട്ട് കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് തന്നെ ബേസ് കൊടുക്കാതെ നേരെ 10th 9th സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബേസിക്കായിട്ട് സയൻസ് അറിയാത്ത ഒരാൾ ആദ്യമേ തന്നെ ഫസ്റ്റ് ചാപ്റ്റർ എടുത്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു ബേസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഈ ടെക്സ്റ്റിലും മറ്റേ ടെക്സ്റ്റിലെ പോലെ തന്നെ വിലയിരുത്താമെന്നുള്ള ഭാഗവും അതുപോലെ ക്വസ്റ്റ്യൻ ബാങ്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു ടെക്സ്റ്റ് ബുക്ക്, അതായത് പാർട്ട് 2ൻ്റെ ബാക്കിലായിട്ട് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ഈ 3 സബ്ജക്റ്റിൻ്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ല, എന്നാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലും വിലയിരുത്താമെന്നുള്ള ഭാഗവും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്കും എല്ലാ ചാപ്റ്റേഴ്സിനും ഇൻക്ലൂഡഡ് അല്ല. SCRT പഠിക്കാനായിട്ട് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ബെനിഫിറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ബെനിഫിറ്റ് തന്നെയാണ്. എന്നിരുന്നാലും നമ്മൾ ഈ ഒരു 2 ടെക്സ്റ്റും പഠിച്ച് തീരാനായിട്ട് നമുക്ക് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സും നോക്കിയിട്ട് പഠിക്കുക. അല്ലാതെ എല്ലാം നമ്മൾ പഠിച്ചിട്ട് നിൽക്കാനാണെങ്കിൽ പഠിച്ച് തീരത്തില്ല. കാരണം അതുപോലെ നമുക്ക് ചാപ്റ്റേഴ്സും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും നമ്മൾ അത് കണ്ടിട്ട് അയ്യോ ഇത്രയും പഠിക്കണം എന്ന് വിചാരിക്കാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് പഠിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുത്തേക്കാം. അതല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ പോയിട്ട് SCRT അറിവിടോ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റും.